സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ ഒട്ടകം ഗോപാലകൃഷ്ണൻ പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഹിന്ദുവാണെന്ന് തുറന്നു പറയാനുള്ള വൈമനസ്യമാണ് ഇന്നത്തെ ഹിന്ദുക്കളുടെ ശോചനീയ അവസ്ഥയ്ക്ക് കാരണം. പുതിയ കണ്ടുപിടുത്തമാണ്. പിന്നെ ഗുരുവായൂർ ഇലക്ഷൻ എന്നിട്ട് പറയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ഹിന്ദുവായിട്ട് ഇവിടെ ഇലക്ഷന് നിൽക്കുന്നത്, വേറെ എല്ലാവരും മറ്റുള്ള ജാതിക്കാരാണ്. നിങ്ങൾ, അതായത് ഗുരുവായൂരപ്പനെ സംരക്ഷിക്കണമെങ്കിൽ എന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പോ ഇന്ത്യ ഭരിക്കുന്നത് ഹിന്ദുവാണ്, കേരളം ഭരിക്കുന്നത് ഹിന്ദുവാണ്. ഇനി പ്രത്യേകമായ ഗുരുവായൂർ ഭരിക്കാൻ വേണ്ടി എന്നെ അയക്കണം. അതായത് കള്ളന് കഞ്ഞി വയ്ക്കുന്നവനാണ് ഒട്ടകം ഗോപാലകൃഷ്ണൻ. എന്നെ തന്നെ നിങ്ങൾ ഏൽപ്പിക്കണം, ഭണ്ഡാരം കൂടെ ഏൽപ്പിക്കണമെന്ന് പറയാത്തത് നല്ലതായി. എന്തായാലും ശരി, ഈ അഴിമതിയും സ്വജനപക്ഷപാതവും വിദ്വേഷവും വെറുപ്പും എല്ലാം ഉണ്ടാക്കി നാട്ടില് ഇല്ലാത്ത കലാപം കത്തിപ്പടർത്താനല്ലാതെ എന്തെങ്കിലും ഒരു നന്മ ഈ RSS സംഘപരിവാർ ശക്തികൾ ചെയ്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയാണ് അവര്. അതായത് ഒരു നല്ല നിലയിൽ ഒരു 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 കുടുംബത്തിൽ പിറന്ന ഒരു ഹിന്ദു സഹോദരൻ എത്തിക്കഴിഞ്ഞാൽ, നല്ലവരെത്തിക്കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും ഒക്കെ അവർ സഹായിക്കും. അതേസമയം നിങ്ങൾ സംഘപരിവാർ ശക്തികളിൽ പെട്ടുപോയ അവന്റെ മനസ്സ് വികൃതമാവും. അപ്പൊ യാതൊരു കാരണവശാലും അങ്ങനെയുള്ളവരെ സഹായിക്കുകയില്ല. കാരണം കേരള ചരിത്രം എടുത്ത് നോക്കണം, ഇന്ത്യയുടെ ചരിത്രം നമുക്ക് എടുക്കണ്ട. കേരളത്തിലെ നമ്മുടെ ഗ്രാമാന്തരങ്ങളിലെ പിന്നെ ഇത് ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവ ഹിന്ദുവിനെ സഹായിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള പാവപ്പെട്ടവരെ അവര് വർഗീയ വിഷം കുത്തിവെച്ച് പിന്നെ മുസ്ലിങ്ങളെയും മതേതരവാദികളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അറ്റാക്ക് ചെയ്യേണ്ടത് എങ്ങനാ, കൊല്ലേണ്ടത് എങ്ങനാ, അവരുടെയൊക്കെ ഏതെല്ലാം രീതിയിൽ അവരെ ഉപദ്രവിക്കാനൊക്കൂ എന്നുള്ള പഠിപ്പിപ്പാണ് അവിടെ നടക്കുന്നത്. വേറെ ഒരു സമുദായം അത് ചെയ്യില്ല. മുസ്ലിങ്ങൾ ചെയ്യില്ല, മതേതരവാദികളായ ഹിന്ദുക്കൾ ചെയ്യില്ല, ക്രിസ്ത്യാനികളും ചെയ്യില്ല. അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിന്റെ നന്മ, അവരുടെ മക്കളെ, ഭാര്യ, സഹോദരങ്ങള്, ബന്ധുക്കള്, അവരെയൊക്കെ എങ്ങനെ നന്നാക്കാനൊക്കും, എങ്ങനെ അവരെ ജീവിത രീതി മെച്ചപ്പെടുത്താനൊക്കും എന്ന് ചിന്തിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ വണ്ടി കയറണം. പ്ലെയിനിലായിരുന്നാലും ശരി, വണ്ടിയായാലും കയറി അവര് പോയി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് അവരെ നല്ല നിലയിൽ എത്തിക്കാൻ നോക്കും. അതേസമയം RSS സംഘപരിവാർ ശക്തികളാ ഈ നാട്ടിനെ എങ്ങനെ കുട്ടിച്ചോറാക്കാനൊക്കും, ഇവിടെ എങ്ങനെ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കാനൊക്കും, ജനങ്ങൾ നന്നാവും.